So, how can we deal with negative people? ഇതാദ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ലോ ഓഫ് പൊളാരിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ലോ ഓഫ് പൊളാരിറ്റി എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3-dimensional വേൾഡിൽ എന്തൊരു കാര്യത്തിനും പോളാർ ഓപ്പോസിറ്റ്സ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ്, സാഡ്, ആംഗ്രി, ഇപ്പൊ എന്താ പറയാ, കാംനെസ്, ഇതൊക്കെ പോളർ ഓപ്പോസിറ്റ്സ് ആണ്. ഹോട്ട്, കോൾഡ്, അതുപോലെ തന്നെ പോളർ ഓപ്പോസിറ്റ്സ് ആണ് പോസിറ്റീവ്, നെഗറ്റീവ്. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പോളർ ഓപ്പോസിറ്റ് ആണ് എന്തിന്റെ, പോസിറ്റിവിറ്റിയുടേത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ക്രൂഷ്യൽ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ആണ്. 3-dimensional വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ലോ ഓഫ് പൊളാരിറ്റി. 3-dimensional വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ആൻ ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഫേക്ക് എന്നല്ല, there is something beyond that. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് സർഫസ് ലെവലാണ്. അതിന്റെ ഡീപ്പർ നമ്മൾ പോവാണെങ്കിൽ there is something beyond that. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി, ഇതൊക്കെ 3-dimensional വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോ സംതിങ് ബിയോണ്ട് ദാറ്റ് ഉണ്ടെന്നാണ്. ഈ നെഗറ്റിവിറ്റീനെ കാട്ടി ഉള്ളിൽ എന്തോ ഒരു കാര്യം ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ സെപ്പറേഷൻ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് 3-dimensional വേൾഡിൽ മാത്രമാണ്. കാരണം നമ്മൾ ഡീപ്പർ ആയിട്ട് പോകുന്നവരും എല്ലാം ആവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ക്രൂഷ്യൽ കാര്യം എന്ന് പറയുന്നത് അതാണ്. ലോ ഓഫ് പൊളാരിറ്റി പറയുന്നത് അതാണ്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഓൺലി ഈ ഒരു 3-dimensional വേൾഡിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഹോട്ട്, കോൾഡ്, നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി, ഇതൊക്കെ 3-dimensional വേൾഡിലാണ്. ഈ ഒരു അത്രയും ഫ്രീക്വൻസി ഇല്ലാത്ത ഒരാൾക്ക് മേ ബി ആ ഒരു അവയർനെസ്, ഫ്രീക്വൻസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അവയർനെസ് ആണ്. ആ ഒരു അവയർനെസ് ഇല്ലാത്ത ആൾക്ക് മേ ബി അത് പെട്ടെന്ന് മനസ്സിലാകില്ല. അവർക്ക് നമ്മള് ഈ പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി അതിനെ ആ ഒരു രീതിയിൽ തന്നെ കാണും. പക്ഷെ നമുക്ക് അവയർനെസ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിക്കുവാണെങ്കിൽ നമുക്കറിയാം പോസിറ്റിവിറ്റി ഒരു എനർജിയാണ്, നെഗറ്റിവിറ്റി ഒരു എനർജിയാണ്. സോ ആയിട്ട് നമ്മളത് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതൊരു എനർജിയാണത്. എനർജി നമുക്കറിയാം അത് ഈ നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി ഇതൊക്കെ ഇമോഷനാണ്. ഇമോഷൻ എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻ ആണ്. സോ അതാണ് ലോ ഓഫ് പൊളാരിറ്റി പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ് ആണ്. ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒരു ധൃതി വന്നു കാണും ഈ സൊല്യൂഷൻസ് എന്താണെന്ന് അറിയാം. ചില്ലാകാൻ ഞാൻ പറഞ്ഞുതരാം, റിലാക്സ്. സോ നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിപ്പോ നെഗറ്റീവ് ആണെന്നും പറഞ്ഞിട്ട് ഒരാളെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ലിമിറ്റേഷൻസും അയാളുടേതായിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റ്, ചിലപ്പോൾ ആ വ്യക്തിയുടെ ഡീഫോൾട്ട് ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ ആ ഒരു വ്യക്തിക്ക് അയാളുടെ ഇന്റേണൽ സ്റ്റേറ്റ് അതാണ്. അപ്പൊ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സർക്കംസ്റ്റൻസസും അയാളിപ്പോ നമ്മളടുത്ത് മിണ്ടുന്ന രീതികളും ഒക്കെ അങ്ങനെ ആയിരിക്കും. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റിലാണ്. അതാണ് മാനിഫെസ്റ്റേഷന്റെ ഡെഫിനിഷൻ തന്നെ. ഒരിക്കലും റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യാൻ നോക്കുക എന്നതല്ല. റിയാലിറ്റിയിൽ ആ ചേഞ്ച് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റിനെ അത് ഒരിക്കലും അഫക്ട് ചെയ്യാൻ പാടില്ല. അതായിരിക്കണം പ്രോപ്പർ ആയിട്ടൊരു വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രോപ്പർ ഡെഫിനിഷൻ. ഇന്റേണലി നമ്മൾ വളരെ അൺഷേക്കബിൾ ആയിരിക്കണം നമ്മുടെ ഫ്രീക്വൻസി, എന്തൊക്കെ സംഭവിച്ചാലും ശരി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോ എന്താ പറയാ, നമ്മളെ പോലെ എല്ലാവർക്കും ഹൈ ലെവൽ അവയർനെസ് വരണം, അല്ലെങ്കിൽ നമ്മളെ പോലെ ആ ഒരു എന്താ പറയാ അവേക്കണിങ്, അത് ഭയങ്കര ഒരു ഫാൻസി രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവേക്കണിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് ബൾബ് പെട്ടെന്ന് ഒരു റാൻഡമായിട്ട് നമ്മളങ്ങ് ജേർണി തുടങ്ങുവാണ്. പിന്നെ നമുക്ക് പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വന്ന പോലെ അവർക്ക് ചിലപ്പോൾ വരാൻ കഴിയത്തില്ല. അത് നമ്മൾ ഓരോ വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഒരു അവസ്ഥകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. അല്ലാണ്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പോയിട്ട് അവർക്ക് അവര് നെഗറ്റീവ് ആണ് എന്ന് പറയുന്നതിലും ഭേദം നമ്മൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും എക്സ്പീരിയൻസസ് ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കും അതൊരു ഇതാണ്. കാരണം നമ്മളാണ് അതൊക്കെ ചിന്തിക്കുന്നത്. എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് പറ്റില്ല. പിന്നെ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഞാൻ നെഗറ്റീവ് ആൾക്കാരിൽ നെഗറ്റിവിറ്റി കാണിക്കുന്നത് അവരുടെ റെസ്പോൺസിബിൾ അല്ല എന്നല്ല. ഡെഫിനറ്റ്ലി അത് ഫുള്ളി അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരത്രയും ഇപ്പൊ അവരൊക്കെ നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും?
നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ് ആണ് ഇവിടെ അഫക്റ്റ് ആവുന്നത്. നമ്മളിപ്പോ ഓപ്പോസിറ്റ് എക്സ്റ്റേണൽ കാര്യങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. നമ്മുടെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ റിയാലിറ്റി ഇങ്ങനെ അച്ചീവ് ചെയ്യാം, നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ് കാമും റിലാക്സ്ഡും ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആൾക്കാർ റെസ്പോൺസിബിൾ ആണ് അങ്ങനെ നെഗറ്റിവിറ്റി ഇതാക്കുന്നതിന്. പക്ഷെ നമുക്കിപ്പോ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളും ഇപ്പൊ അവരെ പോലെ അങ്ങനെ അതെന്താ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിലും വ്യത്യാസം വരുന്നില്ല. സോ നമ്മൾ ആ ഒരു എനർജി വെച്ച് കാണാം. നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും അവരങ്ങനെ അവർ നെഗറ്റീവ് ആണെന്ന് ലേബിൾ കൊടുക്കാണ്ട് നമ്മൾ മനസ്സിലാക്കുക അവരുടെ സിറ്റുവേഷൻസ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ ഈ നെഗറ്റീവ് ആണെന്ന് പറയുന്ന ആൾക്കാര് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോരോ സിനേരിയോസ് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഇപ്പോ അവരുമായിട്ടുള്ള നെഗറ്റീവ് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ അവരുമായിട്ടൊരു ദേഷ്യം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, നമ്മൾ എപ്പോഴൊക്കെ അങ്ങനെ മൈൻഡിൽ നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നു അത് റിയൽ ലൈഫിൽ നടക്കും. ചിലപ്പോൾ നമ്മൾ വെറുതെ അവരുടെ മുമ്പിൽ കൂടെ പോയിരിക്കും, പെട്ടെന്ന് സ്നാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെന്റ് അവിടെ ക്രിയേറ്റ് ആവും. കാരണം എന്താ, അവിടെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു ലോ വരുവാണ്, കോസ് ആൻഡ് ഇഫക്റ്റ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് കോസ് ആണ്. സോ നമ്മൾ ഇവിടെ വെറുതെ നമ്മുടെ തലയിൽ ഓരോ ഇമാജിനേഷൻ ചെയ്ത് ഇമോഷൻസ് സ്ട്രൈക്ക് ചെയ്യുന്നവരും അത് ഇഫക്റ്റിൽ സംഭവിച്ചിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ അവരുമായിട്ടുള്ള ഡിസ്ഹാർമണി, അവരുമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇഫക്റ്റ് ആക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടെ. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇങ്ങനെ കുറെ ഇന്റേണൽ സംസാരങ്ങൾ ചെയ്ത് ഇമാജിൻ ചെയ്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതാണ്, ഇന്റേണലി ഹാർമണൈസ് ചെയ്യുക. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, നമ്മൾ ഒരു വ്യക്തിയെ പറ്റി ഇന്റേണലി നമ്മൾ ഹാർമണൈസ് ചെയ്ത് ചില്ലായിട്ടുള്ള കോൺവെർസേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നെഗറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ പറ്റി ഒന്ന് ചില്ലായിട്ട് അവരുമായിട്ട് നല്ല കോൺവെർസേഷൻസ്, അവരുമായിട്ട് നല്ലൊരു വൈബ് നമ്മൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്ത് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് വന്നിരിക്കും. ഒരു സംശയമില്ല, കൺഫേം ആണത്. കാരണം മൈൻഡ് എന്ന് പറയുന്നത് കോസ് ആണ്. കോസിൽ ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമേ റിയാലിറ്റിയിൽ ഹാർമണി വരൂ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വൊക്കാബുലറിയിൽ നിന്നും നെഗറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യമേ മാറ്റുക. കാരണം അതെന്ന് പറയുന്ന നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ ചിന്തിക്കാൻ നമ്മൾ ഈ ഇല്യൂഷനിൽ ട്രാപ്പ് ആവുകയാണ്. ഇല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അതാണ്, നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഡീപ്പർ ആയിട്ടാണ് എപ്പോഴും പോകേണ്ടത്. ബിക്കോസ് എനിക്ക് പലപ്പോഴും നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് എപ്പോഴും കാണുന്ന കാര്യങ്ങളെ കാട്ടി കൂടുതൽ റിയൽ. കാരണം നമുക്കറിയാം, ഇപ്പോ ചില ആൾക്കാരെ നമ്മൾ കാണുവാണ്, നമ്മൾ അവരെ കാണുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു എന്താ പറയാ അവര് നല്ലതാണ് എന്ന് നമുക്ക് തോന്നും. നമുക്കിപ്പോ അതിനെ ടച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്താണ് നമുക്ക് അങ്ങനെ തോന്നുന്നതെന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാം ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നല്ലതാണ്. അതെന്ന് പറയുന്നത് എന്താ, ദാറ്റ്സ് അൺസീൻ. അത് സോളാണ് അവരുടെ ഇന്റേണൽ, അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് കുറച്ചും കൂടെ റിയൽ നമ്മുടെ ഈ എക്സ്റ്റേണൽ കാട്ടി കൂടുതൽ. സോ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ നെഗറ്റിവിറ്റി എന്നുള്ള വൊക്കാബുലറിയെ മാറ്റിവെക്കുക. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇല്യൂഷനാണ്. രണ്ടാമത്തെ കാര്യം എല്ലാ മനുഷ്യന്മാരും നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാത്രം കാണാതെ നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ ഫ്രീക്വൻസീസ് ആണ്. അവരെല്ലാം ഒരു ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുവാണ്. അവർക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ടാവാം, പലതരത്തിലുള്ള പാസ്റ്റ് കാര്യങ്ങളിൽ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ്, ഇവരൊക്കെ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുവാണ്. സോ ബേസിക്കലി എന്താ, അവരൊക്കെ ഒരു എനർജിയാണ് അവരുടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്റേണൽ കോൺവെർസേഷൻസ്. നമുക്ക് ആരെയാണോ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നത്, ഇന്റേണൽ കോൺവെർസേഷൻസ് എപ്പോഴും അവരുമായിട്ട് ചില്ലായിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വെക്കുക. ഉറപ്പായും അവരുമായിട്ട് നല്ല സിറ്റുവേഷൻ നമുക്ക് വന്നിരിക്കും, എത്ര നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിലും. പിന്നെ നമുക്ക് ഏറ്റവും അധികം നമുക്ക് ഓർക്കാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെ പോലെ എല്ലാവരും ഒരിക്കലും അവേക്കൺ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ചില ആൾക്കാരെ വിചാരിക്കും, ചേട്ടാ ഇവരെന്താ മാറാത്ത, അവരെന്താ അങ്ങനെ. കാരണം അത് പറ്റില്ല, എല്ലാവരും അങ്ങനെ മാറാൻ പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ചില ആൾക്കാര് നമ്മളിപ്പോ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഈ ആളെ പോലെ ഒരിക്കലും ആകരുത്. അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി മാത്രം ജനിച്ച ആൾക്കാരുണ്ട്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, എല്ലാവരും അവേക്കൺ ചെയ്യാൻ പോകുന്നില്ല. ഈ അവേക്കൺ ചെയ്യാത്ത ആൾക്കാർ എന്ന് പറയുന്നത് നമുക്കൊരു ലെസൺ തരാനാണ്, നമ്മളെ അവേക്കൺ ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ, ഈ 4 സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം.
ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർ റിയാലിറ്റി നേടിയെടുക്കാം. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും സർക്കംസ്റ്റൻസസ് ഉണ്ടാകില്ല. അതാണിത്. സോ താങ്ക് യു.